Hi friends, welcome to Shilu's Kitchen. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറന്റ് സ്റ്റൈൽ ചിക്കൻ ചുക്കയാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെൽ ഐക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എങ്കിൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് 1/4 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചത്, 3 സവാള കനം കുറഞ്ഞരിഞ്ഞ് വെച്ചത്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 4 തണ്ട് കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ചിക്കൻ ചുക്ക തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ കണ്ടില്ലേ, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ ഐറ്റമാണ് ഈ ചിക്കൻ ചുക്ക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ഉള്ളി വറുത്തെടുക്കുകയാണ് വേണ്ടത്. വഴറ്റിയെടുക്കുകയല്ല, നമ്മളത് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞാനിത് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതൊരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനത് ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് നമ്മൾ ചിക്കൻ്റെ മിക്സിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ആദ്യമായിട്ട് അതൊന്ന് തണയാൻ വെക്കണം. അതിനുശേഷം നമ്മളിത് ചിക്കനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതാ ഗരം മസാല പൊടിയാണിത്, അത് ചേർത്ത് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ എല്ലാ പൗഡേഴ്സും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉള്ളി പൊരിച്ചെടുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് കറിവേപ്പില എടുത്ത് അതിനകത്ത് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 4 തണ്ട് കറിവേപ്പിലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മിക്സിങ്ങിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല ആ ഒരു ഉള്ളിയുടെയും ആ ഒരു മസാലയുടെയും വെളിച്ചെണ്ണേൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞു. അതിന് ശേഷം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ബാക്കി വന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ഉള്ളി പൊരിച്ചെടുത്ത വെളിച്ചെണ്ണ, അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളമൊന്നും ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. ഇതിനകത്തുനിന്ന് തന്നെ ഉള്ള വെള്ളത്തിൽ ഇത് കുക്കായി വന്നോളും. ഇത് അടച്ച് വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പം നമുക്ക് കാണാം ചിക്കൻ്റെ അകത്തു നിന്നുള്ള വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിനകത്ത് നന്നായി വെന്തോളും. ഇപ്പോൾ ഇത് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ കണ്ടില്ലേ, കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ഒരു ടേസ്റ്റ് എത്ര മാത്രമാണെന്ന്. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും പൊറാട്ടയുടെ കൂടെ കഴിക്കാനും ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനും, ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ബിരിയാണിയുടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനും ഒക്കെ വളരെ സൂപ്പറാണിത്. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുന്ന അതേ ഒരു രീതിയിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇതുവരെ ഈ ചിക്കൻ ചുക്ക തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു.